ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗഡിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് മാൽദീവ്സ് സ്പെഷ്യാലിറ്റീസ്, മാലദ്വീപുകളുടെ അല്ലെങ്കിൽ മാലിദ്വീപുകളുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 2000-ഓളം വരുന്ന കൊച്ചു ദ്വീപുകളുടെ ഒരു സമൂഹമാണ് മാൽദീവ്സ് എന്നത്. ഇത് വിനോദസഞ്ചാരികളുടെ ഒരു പർദീസയാണെന്ന് പറയാം. അത്ര മനോഹരമായ പ്രദേശമാണ് ഈ മാൽദീവ് എന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും തെക്ക് പടിഞ്ഞാറായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത് കടൽ ഉൾപ്പെടെ 90,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പുരാതന സിംഹള, അതായത് ശ്രീലങ്കയുടെ ഭാഷയായ പുരാതന സിംഹളയുമായി ബന്ധപ്പെട്ട ദിബേഹിയാണ് ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി, ചരിത്രം നോക്കുകയാണെങ്കിൽ BC 6-5 നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടെ ജനവാസമുള്ളതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നു. അതോടൊപ്പം 1885 മുതൽ 1965 വരെ ഇത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. പിന്നീട് 1965 ഇത് സ്വതന്ത്രമാവുകയും 1968 റിപ്പബ്ലിക് ആവുകയും ചെയ്തു മാൽദീവ്സ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഈ മാൽദീവ് എന്നത്. അതോടൊപ്പം ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യവുമാണ് മാൽദീവ്. തലസ്ഥാനം മാലയാണ്. അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 231 കിലോമീറ്റർ സ്ക്വയറാണ് മാലയുടെ തലസ്ഥാന നഗരം. അപ്പോൾ ഇതെല്ലാമാണ് ഈ മാലദ്വീപിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം വിനോദസഞ്ചാരികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് മാലദ്വീപ് എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.